എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത് മിഷൻ PYQ 5th സെഗ്മെന്റിലേക്കാണ്. ഏകദേശം 15 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു സെഗ്മെന്റ് ആണ്. നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തതേത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് റോൾ അല്ലാത്തതായിട്ട് വരുന്നത് ഏതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ അറിവിന്റെ ദാതാവ്, 2 പഠന പങ്കാളി, 3 ഫെസിലിറ്റേറ്റർ, 4 ജനാധിപത്യവാദിയായ സംഘത്തലവൻ. ഇവിടെ നിങ്ങൾ ചോദ്യത്തിൽ നോക്കേണ്ട ഒരു കേസ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം പ്രകാരമുള്ളതെന്നാണ് നമ്മുടെ ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോള് അല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്. അറിവിന്റെ ദാതാവാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. അടുത്തതായി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ചോദ്യം ശ്രദ്ധിക്കുക. പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ഓപ്ഷൻസ്: ക്രിയാ ഗവേഷണം, പരീക്ഷണ രീതി, കേസ് സ്റ്റഡി, ആത്മനിഷ്ഠ രീതി. ഇവിടെ ആദർശ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ പറ്റി മാത്രമല്ലേ പറയുന്നത്? ആണ്. ആദർശ് എന്ന് പറയുന്ന ഒരാളെ പറ്റി മാത്രം പറയുമ്പോൾ അവൻ എന്താ പ്രശ്നം? ആദർശിന് പഠനത്തിൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. കുറച്ച് നാളുകളായിട്ട് ആദർശിന് പഠനത്തിൽ തീരെ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം ആദർശിനുണ്ടാകുന്ന ഈ പ്രശ്നത്തിന് കാരണം എന്ന് പറയുന്നത് എന്താണെടാ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ആണ്. കേസ് സ്റ്റഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓപ്ഷൻ സി കേസ് സ്റ്റഡി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻ: സഹായിക്കൽ, കൈത്താങ്ങു നൽകൽ, പരുവപ്പെടുത്തൽ, പ്രബലനം നൽകൽ. 4 ഓപ്ഷൻസിൽ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? പഠന വേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുകയാണ് ചെയ്യുന്നത്. കുട്ടിക്ക് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും ടീച്ചർ ഓരോ ഇന്റർവെൽ അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൈത്താങ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, കൈത്താങ് നൽകൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രതിക്രിയ അധ്യാപനം ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? ദാറ്റ് മീൻസ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയും. റെസിപ്രോക്കൽ ടീച്ചിങ് വൈഗോട്സ്കി, പിയാഷെ, ബ്രൂണർ, പാവ്ലോ. ഇതിൽ ആരുടെ ഇതനുസരിച്ചാണ് നമ്മൾ റെസിപ്രോക്കൽ ടീച്ചിങ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഈ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവരാണെങ്കിൽ ഇതിനുള്ള ഉത്തരം മനസ്സിലാവും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ഈസ് അവർ റൈറ്റ് ആൻസർ. വൈഗോട്സ്കി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വൈഗോട്സ്കിയുടെ പ്രധാന ആശയങ്ങളാണ് ഏതൊക്കെ? റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയും. അതുകൂടാതെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ കോപ്പറേറ്റീവ്, കൊളാബറേറ്റീവ്, അങ്ങനെ നമ്മൾ വൈഗോട്സ്കിയുടെ ആശയങ്ങൾ പഠിച്ചിരുന്നു. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏത്? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. ഏതായിരിക്കും നമ്മുടെ ഉത്തരം? ചുവടെ തന്നിരിക്കുന്നതിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷതയാണേ ചോദ്യം. ഇല്ലാത്ത സവിശേഷതയാകുമ്പോൾ ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
ആറാമത്തെ ചോദ്യം ഇതാണ്. ആശയരൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ആശയരൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് അവയെപ്പറ്റി ചിന്തിക്കാനും മറ്റും നമുക്ക് കഴിയുന്നത്? പ്രതീകാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടം, ചിന്തന ഘട്ടം, ബിംബന ഘട്ടം. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ബിംബന ഘട്ടം. ബിംബന ഘട്ടമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം ഇതാണ്. ജില്ലാ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിന്റെ ഈ സ്വഭാവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ആന്തരിക അഭിപ്രേരണ, ബാഹ്യമായ അഭിപ്രേരണ, വർക്കിംഗ് മോഡലുകളുടെ താല്പര്യം, ശാസ്ത്ര വിഷയങ്ങളോടുള്ള ഇഷ്ടം. മോട്ടിവേഷൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ആന്തരികമായ അഭിപ്രേരണ, ബാഹ്യമായിട്ടുള്ള അഭിപ്രേരണ എന്നിങ്ങനെ നമ്മൾ മോട്ടിവേഷനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഏതായിരിക്കും വരുന്നത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, ബാഹ്യമായ അഭിപ്രേരണയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ബാഹ്യമായ അഭിപ്രേരണ. ഓക്കെ, എട്ടാമത്തെ ചോദ്യം നോക്കാം. കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? കുട്ടികളെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു, വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു, ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നു. ചോദ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് ആൻസറിലേക്ക് കടക്കുക. നമ്മുടെ കുട്ടികളുടെ വ്യക്തിവ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപികയാണെങ്കിൽ ഇതിൽ ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ക്ലാസ് PTA യോഗങ്ങൾ ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നു? നടത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഏത്? നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ്: സ്കൂൾ പാർലമെന്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാം. ചോദ്യം ശ്രദ്ധിക്കുക, എന്നതിന് ശേഷം മാത്രം ആൻസറിലേക്ക് പോവുക. നേതൃത്വ പരിശീലനമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഘടകങ്ങളാണ്. സ്കൂൾ പാർലമെന്റ് ഉണ്ട്, ക്ലബ്ബ് പ്രവർത്തനമുണ്ട്, SPC ഉണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ഇവയെല്ലാമാണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം: സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, യുക്തിചിന്തനപരവും ഗണിതപരവുമായ ബുദ്ധി. നമ്മുടെ ആൻസർ ഏതായിരിക്കും വരുന്നത്? ഓപ്ഷൻസ് ശ്രദ്ധിച്ച ശേഷം ആൻസറിലേക്ക് കടക്കുക. നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ആന്തരിക വൈയക്തിക ബുദ്ധി എന്നതാണ് ശരിയായ ഉത്തരം. 11ാമത്തെ ചോദ്യം ഇതാണ്. പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പാഠ്യപദ്ധതികൾ ഉണ്ടാകും. ബുദ്ധിപരമായ ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പം ഇടകലരാൻ അനുവദിക്കുകയില്ല. വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കും. പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നതായിരിക്കും. ഈ ജനാധിപത്യപരമായിട്ടുള്ള പുരോഗമനപരവും ജനാധിപത്യപരവുമായിട്ടുള്ള പാഠ്യപദ്ധതിയുടെ സവിശേഷതയാണ് ചോദ്യം. അപ്പൊ അത് കണക്ട് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുക. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കും എന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
12ാമത്തെ ചോദ്യം ഇതാണ്. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഓപ്ഷൻ: സാമൂഹ്യ സാഹചര്യങ്ങളിൽ ശരിയായി ഇടപെടുന്നതിന്, ശരീരഭാഗങ്ങളുടെ ശരിയായ ചലനങ്ങൾക്ക്, കേൾവിക്കും സംസാരത്തിനും, ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. എന്തിനായിരിക്കും നമ്മുടെ ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്കുള്ള പ്രധാന പ്രശ്നങ്ങൾ നേരിടുന്നത്? ഓപ്ഷൻ നോക്കുക. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്. ആ ലേണിംഗ് ഡിസബിലിറ്റികൾ മനസ്സിൽ വരിക, അതിന്റെ ഓരോന്നിന്റെ പരിമിതികൾ ഓർക്കുക, അത് എന്തിനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിൽ നിങ്ങൾ ആലോചിച്ചെടുക്കുക, ശേഷം ആൻസറിലേക്ക് കടക്കുക. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിലുള്ള പ്രശ്നം. ഭാഷ ശരിയായി ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 13ാമത്തെ ചോദ്യം ഇതാണ്. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടം ഏതാണ്? മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം, സ്വാശ്രയത്വം, ലജ്ജ, കർമ്മോത്സുകത, അപകർഷത, വ്യക്തിത്വ സ്ഥാപനം, വ്യക്തിത്വ പ്രതിസന്ധി. ഇവയിൽ ഏതാണ് സ്കൂൾ പ്രായം എന്നാണ് നമ്മുടെ എറിക്സൺ വിശേഷിപ്പിച്ചത് എന്നതാണ് ചോദ്യം. എറിക്സന്റെ അഭിപ്രായത്തിൽ സ്കൂൾ പ്രായം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് കർമ്മോത്സുകത അല്ലെങ്കിൽ അപകർഷത എന്ന് വിളിക്കുന്ന ഓപ്ഷൻ സി, ഈ സ്റ്റേജ് ആണ് സ്കൂൾ പ്രായം എന്നാണ് നമ്മുടെ എറിക്സൺ എന്ത് ചെയ്തിട്ടുള്ളത്? വിശേഷിപ്പിച്ചിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം ഇതാണ്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിന്റെ തൊട്ടുമുകളിൽ വരുന്ന ആവശ്യം ഏതാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. സൗന്ദര്യാത്മകം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക, സുരക്ഷിതത്വം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സുരക്ഷിതത്വമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 15ാമത്തെ ചോദ്യം ഇതാണ്. ബുദ്ധിയുടെ ജി ഘടകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തതേത്? ഓപ്ഷൻസ്: ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിക്കുക, എന്നിട്ട് ആൻസറിലോട്ട് പോവുക. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു എന്നതാണ് ബുദ്ധിയുടെ ജി ഘടകത്തിന്റെ, ജനറൽ ഫാക്ടറിന്റെ ജി ഘടകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യങ്ങൾ 15 ചോദ്യ മേഖലകളായിരുന്നു ഈ മിഷൻ PYQന്റെ 5th സെഗ്മെന്റിൽ നടത്തിയത്. ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ എത്രത്തോളമാണെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താനായി കഴിഞ്ഞെന്ന് തന്നെ വിശ്വസിക്കുന്നു. എനിവേ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.